എന്നെ കാത്തു നിന്നാണോ? അതെ. എന്തു പറ്റി? പതിവുള്ള സ്മാർട്ട്നെസ് ഒന്നും കാണുന്നില്ലല്ലോ. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓഫീസിലൊന്നുമില്ല. അതിന്റെ അർത്ഥം മറ്റെവിടെ ഉണ്ടെന്നാ. എന്നോട് പറയാവുന്നാണെങ്കിൽ പറയാം. യമുനയോട് പറയാനാവാത്തതായി എനിക്ക് എന്താ ഉള്ളേ? അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണല്ലോ. താങ്ക് യു. ഇനി പറയൂ, എന്താ കാര്യം? യമുനയ്ക്ക് അറിയാവുന്ന പ്രശ്നം തന്നെ. വീട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതൊക്കെ വീണ്ടും എന്നെ അന്വേഷിച്ച് വരിക, എന്നെ പിടിച്ച് വലിക്കുക. ഒന്ന് വ്യക്തമായി പറയൂ. അപ്പു വന്നിരുന്നു. അപ്പുനെ അറിയില്ലേ? എന്റെ അനിയൻ. ആ, അപ്പു. എന്നിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലണം അത്രേ. അച്ഛന്റെ ശ്രമം പോരാൻ ചേട്ടാ ഇപ്പൊ മകൻ. ആരും ഒരു സ്വൈര്യവും തരില്ല. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സുഖമില്ലെന്നാ അവൻ പറഞ്ഞത്. പക്ഷേ എനിക്കത് മുഴുവൻ വിശ്വാസമൊന്നും ആയിട്ടില്ല. എന്നെ വരുത്താനുള്ള ഒരു തന്ത്രം ആവാനും മതി. തന്ത്രോ? എന്താ വിശാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരു കള്ളം പറയാൻ വേണ്ടി അപ്പു ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുമോ? അല്ലെങ്കിൽ തന്നെ ഈ ബന്ധങ്ങളെ ഒഴിവാക്കാൻ വിശാലിന് പറ്റുമോ? അപ്പു വന്നില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും അമ്മയെ കാണാൻ വിശാല് പോവേണ്ടതല്ലേ? 8 വർഷമായി സ്വന്തം മകനെ കാണാൻ കഴിയാത്തൊരമ്മയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അമ്മയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, അമ്മയെ കാണാതിരിക്കണം എന്നുള്ള വാശിയില്ല. പക്ഷേ മറ്റു ചിലത് ഓർക്കുമ്പോ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. പിന്നെ ഈഗോ അല്ലേ? ആവശ്യത്തിനാകാം ഈഗോ, പക്ഷെ ഇപ്പൊ കാട്ടുന്നത് അനാവശ്യത്തിനാ. അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമ്പോ തന്നെ വേണോ ഈ ആന്റി ഹീറോ സ്റ്റൈലിലുള്ള പ്രകടനം? ദൈവം ക്ഷമിക്കില്ല ഇതൊന്നും. അഥവാ രോഗം ഇല്ലെങ്കിൽ തന്നെ ഒരമ്മയ്ക്ക് മകനെ കാണാൻ തോന്നുന്നത് കുറ്റമാണോ? കഴിഞ്ഞ 8 വർഷങ്ങളിൽ എത്രമാത്രം സങ്കടം ആ അമ്മ അനുഭവിച്ചിരിക്കും ആലോചിച്ചിട്ടുണ്ടോ വിശാൽ? ഉണ്ട്. ഇല്ല. ആലോചിച്ചിരുന്നെങ്കിൽ അമ്മയുടെ രോഗം ഒരു തന്ത്രമാണെന്ന് പറയില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. അതെ, വിശാൽ അത് തന്നെ ഉദ്ദേശിച്ചേ. ഞാനിപ്പോ എന്താ വേണ്ടേ? വീട്ടിലേക്ക് പോണം. ഈഗോയും പകയും ഒക്കെ മേശയിൽ പൂട്ടി വെച്ചിട്ട് അമ്മയെ ചെന്ന് കാണണം. ഒരു ദിവസമെങ്കിലും അമ്മയോടൊപ്പം കഴിയണം. എന്താ, പറ്റില്ലേ? ഇന്ന് മിസ്റ്റർ സീരിയസ് ആയിട്ടാണല്ലോ രംഗപ്രവേശം. എന്തു പറ്റി? പഴയ വിഷയം തന്നെയാ. തുണിക്കച്ചവടക്കാരൻ മാമന്റെ മകൾ. 2 പേർക്കും ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു പോയതിന്റെ നിരാശയാ. കുറ്റക്കാരൻ നമ്മളാരും അല്ലല്ലോ കൂട്ടാ. വിധിയല്ലേ, ക്രൂരനായ വിധി. ഇനിയിപ്പോ വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറി പറന്നു ചെന്ന് രാജകുമാരിയെ രക്ഷിച്ചുകൊണ്ട് വരാനുള്ള ഐഡിയ വല്ലതും ഉണ്ടോ മോന്? ഈ ചേച്ചിയുടെ സഹായം എന്തെങ്കിലും വേണോ? ഗ്യാരണ്ടീഡ്. ഇതൊരു മാറ്റമാണല്ലോ. മാറ്റോ? എന്ത് മാറ്റം? അല്ല, ലവ് മാരേജ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഹാലിളകുന്ന ചേച്ചി ഇപ്പം ഈ കാര്യത്തിൽ സ്വന്തം സഹായം ഓഫർ ചെയ്യുന്നല്ലോ. എന്നോടുള്ള സ്നേഹം കൊണ്ടോ അതോ സ്വന്തം പോളിസിയിൽ വന്ന മാറ്റം കൊണ്ടോ? മനസ്സിലായില്ല. എന്തോ വലിയ വലിയ കാര്യങ്ങളൊക്കെ ആണല്ലോ മോൻ പറയുന്നേ. എന്താ തെളിച്ചു പറഞ്ഞേ? തെളിച്ചു പറയാൻ എന്താ, ഒക്കെ ചേച്ചിക്ക് അറിഞ്ഞൂടെ? മുമ്പൊരിക്കൽ ഇതേ കാര്യത്തിന്റെ പേരിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാ. ഇതേ കാര്യം വെച്ചാ പറഞ്ഞുതരാം. ഇന്ന് ചേച്ചി ആ പത്രക്കാരനെ കണ്ടിരുന്നു. കാണുക മാത്രമല്ല, ഞങ്ങള് സംസാരിക്കുകയും ചെയ്തു. എന്താ? കണ്ണടച്ച് പാല് കുടിക്കുന്ന ഒരു പൂച്ചയെ പറ്റി ചേച്ചി കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, പക്ഷേ ആ പൂച്ച ഞാനല്ലല്ലോ കുട്ടാ. ചേച്ചി മഹാകവി ശങ്കർജിയുടെ മകളാ. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ച് സ്വന്തം ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്താൽ അതിന്റെ നാണക്കേട് അച്ഛനാ. സുമിത്രേച്ചിയും ഞാനും ഇന്നുവരെ ഈ കുടുംബത്തിന് തലകുനിക്കേണ്ട സ്ഥിതി വരുത്തിയിട്ടില്ല, ഇനി വരുത്തേയില്ല. എന്നുവെച്ചാ എന്റെ പോക്ക് ശരിയല്ലാന്ന് അതല്ലേ നീ പറഞ്ഞു വരുന്നേ? പറയേണ്ട കടമ എനിക്കുണ്ട്. എന്റെ ഫ്രണ്ട്സ് 2-3 തവണ എന്നോട് ഈ കാര്യം ഹിന്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ കേട്ടില്ല നടിക്കണോ? അതിന് ഈ ബാബുനെ നോക്കണ്ട. എടാ മതി, കുറെ നേരമായല്ലോ നാടക സ്റ്റൈലിൽ ഡയലോഗ്. എന്നെ ഉപദേശിക്കാൻ മാത്രം നീ മെച്ചുവേർഡായി എന്നൊരു ധാരണയുണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണയാ. യമനെ ആരാണെന്ന് യമനയ്ക്ക് അറിയാം, യമനെ സൂക്ഷിക്കാനും അറിയാം. എന്നെ ഒരുമാതിരി പൈങ്കിളി കഥാപാത്രമാക്കിക്കൊണ്ടുള്ള നിന്റെ വർത്തമാനോടല്ലോ അതിനി വേണ്ട കേട്ടോ.
എനിക്കതിന് താല്പര്യമില്ല. പക്ഷേ ഇതെന്റെ ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി ചേച്ചി ഇത്തരം സാഹചര്യത്തിൽ കാണുകയോ കണ്ടതായി ആരെങ്കിലും പറയുകയോ ചെയ്താൽ പിന്നെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അച്ഛന്റെ അമ്മയുടെ മനസ്സമാധാനം കളയണ്ടെന്ന് വെച്ചാ ഞാനിപ്പോ ക്ഷമിക്കണത്. മനസ്സിലായല്ലോ? അമ്മേ, അമ്മേ, ഈ കഞ്ഞിയൊന്ന് കുടിച്ചേ. വേണ്ട, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട്. പട്ടിണി കിടന്ന അസുഖം കുറയില്ല, കൂടെ ഉള്ളൂ. കൂടട്ടെ, കൂടി കൂടി ശ്വാസം അങ്ങ് പൊയ്ക്കോട്ടെ. ഞാൻ ചത്ത ആർക്കാ നഷ്ടം? ആർക്കുമില്ല. അത് ശരി. അപ്പൊ ഞങ്ങളുടെ സ്നേഹവും വിഷമവും ഒന്നും അമ്മയ്ക്ക് കാര്യമല്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ദയ കാണിക്കാത്ത ആ മകനാണല്ല. ആയിക്കോട്ടെ, തൽക്കാലം ഈ കഞ്ഞി കുടിച്ചേ പറ്റൂ. മാലു, കൊടുക്ക്. ദാ അമ്മേ, കുടിക്കേ. വേണ്ട മോളെ. വേണം. ആർക്കു വേണ്ട ഈ മനപ്രയാസം? അവനെ ഞാൻ നൊന്ത് പ്രസവിച്ചതാടി. അവനെ ഒന്ന് കാണാൻ ഞാൻ ആശിച്ച അത് തെറ്റാണോ? എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. പക്ഷെ വെറുതെ ആശയമുണ്ട് എന്താ ഗുണം? ഈ അമ്മയുടെ സങ്കടം ആ മോൻ അറിയുന്നുണ്ടോ? ഈ വയസ്സുകാലത്ത് അച്ഛൻ അത്രയും ദൂരം യാത്ര ചെയ്ത് അവിടം വരെ ചെന്നില്ലേ? ഒന്ന് മുഖം കൊടുക്കാനുള്ള സന്മനസ്സെങ്കിലും ചേട്ടൻ കാണിച്ചോ? പിന്നാലെ ഞാൻ ചെന്നപ്പോഴും എന്തായിരുന്നു റിയാക്ഷൻ? ഇങ്ങനെ ഒരു പുത്രനെ ഓർത്താണോ അമ്മ ഈ വിഷമിക്കുന്നത്? മക്കൾ എങ്ങനെയൊക്കെ നോവിച്ചാലും അമ്മമാർക്ക് അവര് മക്കള് തന്നെയാ. അതാ ചേട്ടൻ എന്നും അമ്മയ്ക്ക് ദുഃഖം മാത്രം തരുന്നത്. മോനെ അപ്പു, എന്താ അമ്മേ? അമ്മ പറഞ്ഞ എന്റെ മോൻ കേക്കുവോ? മനസ്സിലായി. ഇനിയും ഞാൻ പോണം. അമ്മയുടെ ഈ അവസ്ഥയെപ്പറ്റി ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. അതല്ലേ അമ്മയ്ക്ക് വേണ്ടൂ. ചിലപ്പോ നീ ഒന്നുകൂടെ ചെന്നാ അവൻ വരും. ഈ 8 വർഷത്തെ അനുഭവം കൊണ്ടും അമ്മയ്ക്ക് മനസ്സിലായില്ലേ ചേട്ടൻ്റെ സ്വഭാവം? അച്ഛനേക്കാളും അമ്മയെക്കാളും കൂടപ്പിറപ്പുകളെക്കാളും ഒക്കെ ചേട്ടൻ വിലകൽപ്പിക്കുന്നത് ചേട്ടൻ്റെ വാശിക്കാ. അത് അമ്മയ്ക്കറിയില്ലേ? ചേട്ടന് ജയിക്കണം. മറ്റുള്ളവരൊക്കെ തോറ്റാലും നശിച്ചാലും ഒരു പ്രശ്നവുമില്ല. ചേട്ടന് ജയിക്കണം. ഇനിയെങ്കിലും അമ്മ അത് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പൊ എന്റെ ശവടക്കിന് പോലും അവൻ വരില്ലായിരിക്കുമല്ലേ? അമ്മേ, 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 എന്തു പറ്റി അമ്മേ? അമ്മേ, എന്താ അമ്മേ? അമ്മേ, അമ്മേ, എന്താ അമ്മേ? അമ്മേ, അമ്മേ, എന്താ പറ്റി? ചേട്ടാ, അമ്മ. അമ്മേ, എന്താ അമ്മേ? എന്താ പറ്റിയത്? അച്ഛാ, അച്ഛാ, ഒന്നിങ്ങോട്ട് വന്നേ. അമ്മേ, എന്താ അച്ഛാ, പറ്റി? അച്ഛാ. എന്താ മോനെ? മഹേശ്വരി, അച്ഛാ, എന്താ? അമ്മ. എന്തു പറ്റി? ഇപ്പോഴെങ്കിലും വരാൻ നിനക്ക് തോന്നിയല്ലോ. എവിടെ അമ്മ കിടക്കുന്നേ? വാ. അമ്മേ, എന്താ പറ്റി? മഹേശ്വരി, ദേ നോക്കി, അവൻ വന്നു. വിശാല് വന്നു. അമ്മേ, അമ്മേ, ഞാൻ വന്നു. എന്താ അമ്മ എന്നോടൊന്നും മിണ്ടാത്തെ? അമ്മേ, മഹേശ്വരി,
മൂത്ത മകനല്ലേ ബലിയിടേണ്ടത്? ആയിരിക്കാം. ആയിരിക്കാമെന്നല്ല, അതെ. എന്തോ എനിക്ക് ഈ മരണത്തിലും ബലിയിടലൊന്നും മുൻപരിചയമില്ല. മുൻപരിചയമില്ലെങ്കിലും കോമൺ സെൻസ് ഉണ്ടല്ലോ. നീ ആയിരുന്നു വിശാലെ ബലിയിടേണ്ടത്, എന്നിട്ടെന്താ ഒഴിഞ്ഞു മാറിയത്? വാശി എതിർപ്പൊക്കെ അച്ഛനോടാണെന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്? അതോ ആ പാവ അമ്മയോടും ഉണ്ടായിരുന്നോ? ഞാൻ ബലിയിട്ടാൽ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല, നേരെ എതിരായിരിക്കും ഫലം. ഓഹോ, വലിയൊരു കണ്ടുപിടുത്തമാണല്ലോ. കണ്ടുപിടുത്തൊന്നും അല്ല, മനസാക്ഷിയുടെ ഉപദേശമാ. മനസാക്ഷി അങ്ങനൊരു സംഗതി നിനക്കുണ്ടോ എന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നു. എടാ, നിനക്ക് വേണ്ടി 8 കൊല്ലം വേദനിച്ച് വേദനിച്ച് കാത്തിരുന്ന നിന്റെ അമ്മ നിന്നെ കണ്ട നിറഞ്ഞ മനസ്സോടെ ആയിരിക്കും ഒരു അന്ധവിശ്വാസം വലിച്ചത്. എന്നിട്ട് നീ ബലിയിട്ട അവരുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല അത്രേ. പൊറുക്കാനും മറക്കാനും കഴിയുന്ന മനസ്സ് അമ്മമാരുടേത്. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും ബലിയിട്ടാലേ ആ ആത്മാവിന് ശാന്തി കിട്ടുള്ളൂ. ഇതാണ് വിവരദോഷിയായ എന്റെ അഭിപ്രായം. ഇത് അന്ധവിശ്വാസമാണ്. ഞാനൊരു അന്ധവിശ്വാസിയല്ല. ഒരു ജീവൻ ഒടുങ്ങി, അതോടെ ഭൂമിയിലെ അവരുടെ ദുരിതങ്ങളും തീർന്നു. അതുകൊണ്ട് ഈ മരണത്തിൽ എനിക്ക് വലിയ ദുഃഖമൊന്നുമില്ല മണിയണ്ണ. നടക്കേണ്ടതല്ലേ, നടക്കാറുള്ളതല്ലേ നടന്നിട്ടുള്ളൂ. ഇതിനപ്പുറം ഒന്നും ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചില്ലടാ. ഈ മരണം അറിഞ്ഞ് ഞാൻ ഓടിയെത്തിയതേ നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനാ. പുറമേ നിസ്സംഗത കാണിക്കുമെങ്കിലും ഉള്ളിൽ നീ കരയുമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ എനിക്ക് തെറ്റി. ഒരു വിചിത്ര ജീവിയാടാ നീ, വെറും ഒരു മരം. ബന്ധം കെട്ടാവുമ്പോ മാറത്തടിച്ച് നിലവിളിക്കുന്നത് പഴയ ഫാഷനാ മണിയണ്ണ. പബ്ലിക്കിനെ ബോധിപ്പിക്കാനുള്ള ഒരു പെർഫോമൻസ്. എനിക്കത്തരം മെലോ ഡ്രാമയോട് പുച്ഛമാ. അപ്പൊ വേണ്ടപ്പെട്ടവര് മരിക്കുമെന്ന് നമ്മൾ കരഞ്ഞൂടാ, നിലവിളിച്ചൂടാ, പിന്നെ എന്താണാവോ ചെയ്യേണ്ടത്? ഈ വിഷയം നമ്മളിങ്ങനെ ചർച്ച ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാനിങ്ങനെ ആയതിന് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്. അത് മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല. മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് മോഹമില്ല. ഞാൻ പോവാ. പിന്നെ ഒരു അപേക്ഷയുണ്ട്. അപ്പുറത്ത് ആകെ തകർന്നൊരു മനുഷ്യനെ ഞാൻ കണ്ടു, നിന്റെ അച്ഛൻ. നിന്റെ ഫിലോസഫി എന്ത് വേണേ ആയിക്കോട്ടെ, 2 വാക്കെങ്കിലും ആ മനുഷ്യനോട് സംസാരിക്കണമെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ മാത്രം സംസാരിക്കുക. ഓക്കെ? ഏട്ടൻ പോവാൻ തന്നെ തീരുമാനിച്ചോ? അതെ. സഞ്ചയനം കഴിയും വരെയെങ്കിലും. അതിലൊന്നും ഒരു അർത്ഥവും ഞാൻ കാണുന്നില്ല. എല്ലാം വേണ്ടെന്ന് വെച്ച് ഒരിക്കലും ഈ പടി ഇറങ്ങിയവനാ ഞാൻ. തിരിച്ചു വന്നത് ഒരേ ഒരാൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ആ ആള് പോയി. ഇപ്പൊ എന്റെ മുമ്പിൽ ഈ വീടിന് ജീവനില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല.